ജനാർദ്ദന കുറിപ്പാണ്. മന്ത്രസിദ്ധി തന്ത്രത്തിലെ ഓങ്കാരതന്ത്രം 689 പേജ്. ദേവാംഗന സിദ്ധിപ്രാപ്തി. ഓങ്കാര മന്ത്രം ഓം ഹ്രീം നമ ഓം. ഓങ്കാരയന്ത്രത്തെ ചുവന്ന പുഷ്പം കൊണ്ടും ചുവന്ന ചന്ദനം കൊണ്ടും ചുവന്ന വസ്ത്രം കൊണ്ടും കുങ്കുമം കൊണ്ടുള്ള മാല ധരിച്ചും 5 മുതൽ 7 തവണ വരെ ജപിക്കാം. 7 മുതൽ 12 ദിവസത്തിനകം മന്ത്രസിദ്ധിയും അപേക്ഷിച്ച കാര്യസിദ്ധിയും ഉണ്ടാകും. ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കൊണ്ട് കാര്യസിദ്ധി ഉണ്ടായില്ലെങ്കിൽ താഴെ കാണുന്ന മന്ത്രം ജപിച്ചാൽ കാര്യം സാധിക്കും. മന്ത്രം ഓം ഹര ഓം തത്സത് ഓം ഗുരവേ നമ. ശ്രീ ഓങ്കാരയന്ത്രം പൂജിച്ചുകൊണ്ടേയിരിക്കണം. മേൽപ്പറഞ്ഞ മന്ത്രം എപ്പോഴും മനസ്സിലുണ്ടാവണം. 26 കാര്യസിദ്ധി, വ്യാപാര വ്യവസായ വിരുദ്ധി. മന്ത്രം ഓം ഹ്രീം ഓം ക്ലീം ഓം സ്വാഹ. ഈ മന്ത്രം നിത്യവും 108 തവണ ജപിച്ച് 45 ദിവസത്തിന് ശേഷം ചെമ്പിലോ സ്വർണ്ണത്തിലോ എഴുതി വീട്ടിലോ കടയിലോ സ്ഥാപിക്കണം. പിന്നീട് 21 തവണ 51 തവണ ദിവസവും ചൊല്ലണം. നമസ്കരിക്കണം. തൈര് ചേർത്ത ചോറ്, റൊട്ടി, പഴം നിത്യവും പ്രസാദമായി നൽകണം. സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. 2 ആഴ്ച കൂടുമ്പോഴോ മാസത്തിലൊരിക്കലോ ദാനധർമ്മങ്ങൾ ചെയ്യണം. അംഗഭംഗം വന്നവർക്കും നിരാശ്രിതരായ വൃദ്ധജനങ്ങൾക്കും വൃദ്ധ ദമ്പതികൾക്കും വിരക്ത സന്യാസികൾക്കും ദാനം ചെയ്യണം. 27 വാക്സിദ്ധി. ഓം ക്ലീം ഓം ഖേചര്യേ ഓം നമ. ഇത് ഓങ്കാരയന്ത്രത്തോടുകൂടി സ്ഥാപിച്ച് പൂജിച്ച് ഫലങ്ങൾ, പഴങ്ങൾ, പാൽച്ചോറ്, റൊട്ടി തുടങ്ങിയ നിത്യവും നിവേദിക്കണം. പ്രതിദിനം 1800 തവണ വീതം ജപിക്കണം. 6 മാസം മുതൽ 1 വർഷം വരെ ചെയ്താൽ വാക്സിദ്ധി വരും. നിർജ്ജന ഏകാന്ത സ്ഥലത്ത് വേണം മന്ത്രജപം. വെള്ളവസ്ത്രം, വസ്തുക്കൾ, പദാർത്ഥങ്ങൾ ദാനം ചെയ്യണം. ദരിദ്രൻ, നിസ്സഹായരായ വൃദ്ധ ദമ്പതികൾ, സന്യാസിമാർ എന്നിവർക്കാണ് ദാനം. മന്ത്രം ഓം നമോ അന്തരീക്ഷായ ഓം സ്വാഹ. ചോദ്യ നക്ഷത്രത്തിൽ ബോരടി വൃക്ഷത്തിൻ്റെ 3 കൊമ്പ് 18 അങ്കുലം നീളമുള്ള ശാഖ കയ്യിൽ വെച്ച് ജപിച്ചാലും വാക് വചന സിദ്ധി ഉണ്ടാകും. 28 രഹസ്യവാർത്ത ധനജ്ഞാനം. മന്ത്രം ഓം ഹ്രീം ദേവി പത്മാവതയൈ ത്രൈലോകി നമ സ്വാഹ ഓം. ഈ ഓങ്കാര സമ്പുടീകൃത യന്ത്രം ശ്രീ ഓങ്കാരയന്ത്രത്തിനും സമ്മുഖമായി വെച്ച് 108 തവണ ജപിക്കണം. 1.25 മാസം എന്നാൽ എല്ലാം മനസ്സിലാകും. പിന്നീട് മുൻപറഞ്ഞവർക്ക് ദാനം ചെയ്യണം, ഭക്ഷണം കൊടുക്കണം. 29 ഭൂതവർത്തമാന ഭാവി കാലജ്ഞാനം. ഓം ബ്രഹ്മണേ ഓം നമ. 2 ഓം പരം ഓം ബ്രഹ്മണേ ഓം നമ. ഇവയിലൊരു മന്ത്രം സൂര്യൻ്റെ വെളിച്ചത്തിൽ തൻ്റെ നിഴലിലോ ചന്ദ്രൻ്റെ വെളിച്ചത്തിലോ തൻ്റെ നിഴലിലോ നോക്കി മന്ത്രം ജപിക്കണം. കുറച്ചു കാലം കൊണ്ട് ത്രികാലജ്ഞാനമുണ്ടാകും. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യണം. 1.25 വർഷം. സന്താനപ്രാപ്തി. മന്ത്രം ഓം ഹം ഓം സ. ഓങ്കാരയന്ത്രത്തിൽ നിത്യവും ചുവന്ന സുഗന്ധമുള്ള പുഷ്പങ്ങൾ, ചുവന്ന ചന്ദനം, ചുവന്ന പദാർത്ഥങ്ങളെ കൊണ്ട് നിവേദ്യം വെച്ച് ദിവസവും 1000 തവണ ജപിക്കണം. 1.25 മാസം കൊണ്ടോ 1.25 വർഷം കൊണ്ടോ സന്താനപ്രാപ്തി ഉണ്ടാകും. 1 വിജയം. ഓം ഹും ഓം ഫട്ട്. ഈ മന്ത്രം സ്വന്തം വീട്ടിനും സ്ഥാപനങ്ങൾക്കും പുറത്തു വെച്ച് ചെയ്യേണ്ടതാണ്. 108 തവണ വീതം ജപിച്ചാൽ തന്നെ വിരോധം മറന്ന് നമ്മെ സഹായിക്കാനായി വരും. വിരോധം ശമിക്കും. സഹായികളുടെ സഹായത്തിനും ജോലിക്കാരുടെ സഹായത്തിനും കോടതി വാദത്തിനും വ്യാപാര വൃദ്ധിക്കും മറ്റും ജപിക്കാം. 32 ആനുകൂല്യത്തിന്. ഓം ശ്രീം ഓം ശ്രീ ഓം ശ്രീം ഓം ശ്രീം ഓം ഹ്യൂം ഓം ഫട്ട് ഓം സ്വാഹ. ദേവക്ഷേത്രത്തിലെ വടവൃക്ഷത്തിൻ്റെ താഴെ ഇരുന്ന് മന്ത്രജപം നടത്തണം. പിന്നെ തൻ്റെ കാര്യം പറഞ്ഞാൽ നടക്കും. 33 ആപത് മൃത്യു രോഗനിവാരണം. മന്ത്രം ഓം ജൂം ഓം സ. ഓങ്കാരയന്ത്രം സ്ഥാപിച്ച് പൂജിച്ച് ഈ മന്ത്രം രാവിലെയും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും 1008 വീതം ജപിക്കാം. ആദ്യം ഓം ഓം എന്ന് 108 തവണ ജപിക്കണം. എന്നാൽ രോഗ ആപത്ത് മൃത്യു നിവാരണമാകും. കവിത്വശക്തി. മന്ത്രം ഓം ഐം ഓം ഹം ഓം ഐം ഓം ഹം ഓം വദ ഓം സ്വാഹ. ശ്രീ ഓങ്കാരയന്ത്രം സ്ഥാപിച്ച് പശുവിൻ പാല്, ഫലങ്ങൾ, തേൻ എല്ലാം നിവേദ്യം എന്നിവ വെച്ച് പൂജിക്കണം. സ്വയം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണം. 108 തവണ ഓങ്കാര പ്രണവം. 14 അല്ലെങ്കിൽ 21 തവണ പ്രാണായാമം. മന്ത്രം 1000 തവണ പ്രതിദിനം 15 ദിവസം അല്ലെങ്കിൽ 1.25 മാസം. കവിത്വം ഉണ്ടാകും. വിജ്ഞാനപ്രാപ്തി. മന്ത്രം ഓം ഹ്രീം സൂക്ഷ്മവേദം നമ സ്വാഹ. ഓങ്കാരയന്ത്രത്തിൽ സ്ഥാപിച്ച് പൂജിച്ച് ഓങ്കാര പ്രണവം 108 ജപിച്ച് മന്ത്രം 700 വീതം നിത്യം ജപിക്കണം. ഫലങ്ങളും തൈര്, തേൻ, നിവേദ്യം, 10-1 ഹോമം. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക. ബ്രഹ്മചര്യം. സാംസാരിക നിന്നൊഴിഞ്ഞു നിൽക്കുക. നിലത്ത് കിടന്നുറങ്ങുക. സാത്വികാഹാരം. താടി വളർത്തരുത്. വ്യാപാരവൃദ്ധി. മന്ത്രം ഓം ശ്രീം ഓം പരം ഓം സിദ്ധി ഓം ശ്രീം ഓം
ശ്രീം ഓം. പ്രദോഷ വ്രതമെടുത്ത് നാഗൗരി പൂവ് അഷ്ടഗന്ധം ചേർത്ത് വെച്ച് 1008 ഉരു ജപിച്ച് 108 ആഹുതി ചെയ്ത് പുഷ്പാർച്ചന ചെയ്യുക. 7-9 പ്രദോഷങ്ങൾ വ്രതമെടുത്ത് ചെയ്യുക. വ്യാപാര വൃദ്ധി ഉണ്ടാകും. സ്വപ്നത്തിൽ ഉത്തരം. മന്ത്രം ഓങ്കാര നിർവികാര ഓങ്കാര നിരാകാര ഓങ്കാര നമോ നമസ്കാര. ഓങ്കാരയന്ത്രം പൂജിച്ച് മന്ത്രം നിത്യം 1008 വിജയം ജപിച്ച് ദശാംശം ഹോമം ദാനധർമ്മം 40-ാം ദിവസം. പിന്നീട് ചോദ്യം മനസ്സിൽ വിചാരിച്ച് ഓങ്കാരയന്ത്രം ജലാക്ഷതം ചേർത്ത് 108 തവണ മന്ത്രം ജപി ധ്യാനം. എന്നാൽ ഉറക്കത്തിൽ അല്ലെങ്കിൽ ധ്യാന സമയത്തിൽ ലഭിക്കും. നമഃ ശിവായ. ഇത്രയും മതി.